ചികിത്സാ ആവശ്യങ്ങൾക്കായി തലസ്ഥാനത്തെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ആശ്രയ കേന്ദ്രമൊരുക്കി സേവാഭാരതി. ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ മുതൽ പാലിയേറ്റീവ് കെയറും കൗൺസിലിംഗും എല്ലാം ആശ്രയ കേന്ദ്രത്തിൽ ലഭ്യമാകും. തിരുവനന്തപുരം പേട്ട ചാലക്കുഴി റോഡിലെ ആശ്രയ കേന്ദ്രം മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ നാടിന് സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് മുതൽ RCCയിലും ശ്രീചിത്രയിലുമെല്ലാം ചികിത്സയ്ക്കെത്തുന്ന സാധാരണക്കാർക്ക് സേവാഭാരതി നൽകുന്ന സേവനങ്ങളിലെ പുതിയേടാണ് പേട്ട ചാലക്കുഴി റോഡിലെ ആശ്രയ കേന്ദ്രം. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിവിധ സേവനങ്ങൾ ആശ്രയ കേന്ദ്രത്തിൽ ലഭ്യമാകും. ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, കൗൺസിലിംഗ് സെന്റർ, ഡി അഡിക്ഷൻ സെന്റർ, രക്തദാന പ്രവർത്തനങ്ങൾ എന്നിവയും ആശ്രയ കേന്ദ്രത്തിന്റെ ഭാഗമാണ്. ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ നിർവഹിച്ചു. സേവനം ലഭിക്കുന്ന ആൾക്കാർ പിന്നീട് സേവനദാതാക്കളായി മാറണമെന്ന സന്ദേശമാണ് സേവാഭാരതി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സ്ഥാപനം വളർന്നു കഴിഞ്ഞ ശേഷം ഒരു പരിപാടിക്ക് അതിൽ സഹായം സ്വീകരിച്ച ആൾക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് വലിയ സമ്മേളനം വെച്ചിരുന്നു. അതിൽ ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ആ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഈ തരത്തിലുള്ള സഹായം കിട്ടിയ ആൾക്കാരുടെ മനസ്സിൻ്റെ സന്തോഷം, അവരുടെ മുഖത്തെ പ്രസന്നത, അതെനിക്ക് വളരെ സമാധാനം തന്നു. SBIയിൽ നിന്നും വിരമിച്ച G. രജനി സേവാഭാരതിക്ക് ദാനം ചെയ്ത കെട്ടിടത്തിലാണ് ആശ്രയ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വസ്തുവിന്റെയും കെട്ടിടത്തിന്റെയും രേഖകൾ ബന്ധുക്കളിൽ നിന്നും S. സേതുമാധവൻ സ്വീകരിച്ചു. സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ V. അയ്യപ്പൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് D. വിജയൻ, ജനറൽ സെക്രട്ടറി രവി കാച്ചാണി തുടങ്ങിയവർ സംസാരിച്ചു. ഹൈന്ദവ നേതാക്കൾക്കൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ജനം, തിരുവനന്തപുരം.